Good morning. Good morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Good morning. Good morning. All of you, good morning. Good morning, ma'am. Good morning. പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay, ma'am. കൈ തൊഴുന്നീശനെ കൈ തൊഴുന്നേ കൈ തൊഴുന്നീശനെ കൈ തൊഴുന്നേ അനുഗ്രഹിക്കൂ ദേവ നയിക്കൂ നീ ഞങ്ങളെ അനുഗ്രഹിക്കൂ ദേവ നയിക്കൂ നീ ഞങ്ങളെ വിധികൾ പാടുവാൻ വരമരുളു എന്നെന്നും വിധികൾ പാടുവാൻ വരമരുളു കൈ തൊഴുന്നീശനെ കൈ തൊഴുന്നീ കൈ തൊഴുന്നീശനെ കൈ തൊഴുന്നീ. Signing on deck. Good morning, ma'am, and good morning, my dear friends. Today is 13th July, and it is observed as International Day of Friendship. This day reminds us of the value of friendship in promoting peace, harmony, and mutual respect among people. Let us celebrate this day by being kind, supportive, and true friend to everyone around us. Wishing you all a joyful and meaningful day ahead. Thank you. Okay. Then thought of the day. തോട്ടാരാണ് ചെയ്യുന്നത്? തോട്ട് മാം തോട്ട് ഓഫ് ദി ഡേ പ്രിപ്പയർഡ് അല്ല, പക്ഷേങ്കിൽ ഞാൻ ഇന്നത്തെ ഒരു ചെറിയ കാര്യം പറയാം. ഇന്നിവിടെ ജൂലൈ 13-നാണ് ഇവിടെ ചൂരന്മല അപകടമൊക്കെ ഉണ്ടായത്. അപ്പം ഞാനിപ്പം മേപ്പാടി ടൗണിലാണ് എൻ്റെ വീട്. അപ്പം ചുറ്റുപാടും അതിൻ്റെ ഒരു സൈലൻസ് വല്ലാണ്ട് ഉണ്ട്. അപ്പം അടുത്ത വീട്ടിൽ കുറേ പേര് അങ്ങനെ ഇങ്ങനെയൊക്കെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ അടുത്ത് 2 ശ്മശാനങ്ങളുണ്ട്. അവിടെ ഇപ്പം പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ചൂരൽമലയിലേക്ക് പോവാനും അവിടെ മരിച്ച ആൾക്കാരെ കാണാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം ഇവിടെ. അപ്പം ഞാൻ വിചാരിക്കുക എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിക്കുക, ഒരു 2 സെക്കൻഡെങ്കിലും മരിച്ചവർക്ക് വേണ്ടിയിട്ടല്ല, ഇനി ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒന്ന് റിക്കവർ ചെയ്തിട്ട് അവർക്ക് നോർമൽ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് 1 സെക്കൻഡ് പ്രാർത്ഥിക്കുക. അപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട്, എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്കൊന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കട്ടോ അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അതിന് മുമ്പ് ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഞാനൊരു സ്റ്റോറി പറയാമോ? One day, a frog decided to climb up the tree, but the all other frogs were shouted, "Get down! You cannot do it! Get down!" But the frog climbed up the tree anyway. How? But how was that possible? Because the frog was deaf, and he thought that
all other frogs were encouraging him to climb up the tree. So, friend, the moral of the story is we have to be deaf to the negative comments. Then only we can reach our goal. Thank you all. Have a nice day. ഓക്കെ ദെൻ ആക്ഷൻ സോങ് ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആക്ഷൻ സോങ്. മാം ഞാൻ സോങ് ചെയ്യാം, പക്ഷെ ആക്ഷൻസ് ഇല്ല, കൈ ശരിയല്ലാത്തോണ്ട്. ആ ഓക്കെ. ഓക്കെ. ഗുഡ് മോർണിംഗ് കിഡ്സ്. ഡിഡ് എവ്രി വൺ സ്ലീപ്? എല്ലാരും നല്ലോണം ഉറങ്ങിയോ? ഉറങ്ങിയില്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഇന്നൊരു ചെറിയൊരു സോങ് പാടാം. ഹൗ വേക്കപ്പ് ജോൺ ഫ്രം ദ സ്ലീപ്പ്. ജോണിന്റെ മദർ എങ്ങനെയാണ് ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്നത് ഒരു കുഞ്ഞു പോയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ. ആർ യു സ്ലീപ്പിംഗ്? അല്ലല്ലോ. ഓക്കെ. No. Are you sleeping? Brother John, Brother John. Morning bells are ringing, Ding dong ding, ding dong ding. The time is up. Everyone wake up the class. Okay, good morning. ഓക്കെ. അപ്പൊ നമ്മളിനി എടുക്കാനായിട്ട് പോകുന്നത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന എല്ലാവരും മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക. ഒരാൾ എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇഷ്ടമുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓ, താജ്മഹലിനെ കുറിച്ച് എഴുതിയോ ജെറുഷ? ഒന്ന് വായിച്ചേ, റീഡ് ചെയ്തേ. Okay. The Taj Mahal is a beautiful white marble monument located in Agra, India. It was built by Mughal Emperor Shah Jahan in memory of his beloved wife Mumtaz Mahal, who died in 1631. The construction started in 1632 and took about 22 years to complete. The Taj Mahal is famous for its stunning architecture, lovely gardens, and the peaceful Yamuna River behind it. It is considered one of the seven wonders of the world and is a UNESCO World Heritage Site. The Taj Mahal is a symbol of love and beauty, attracting millions of visitors from all around the world. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കുറേയധികം ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് വരണമെന്ന്. ഏതെങ്കിലും ചരിത്ര സ്മാരകത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ഷൻ സോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് റീഡ് ചെയ്യട്ടോ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാ. ഓക്കെ. അമൃതയ്ക്ക് എന്താ വായിച്ചിട്ട് മനസ്സിലായത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ? ഇതൊരു പാർട്ടിക്കുലർ പേഴ്സൺ അയക്കുന്ന കമ്മ്യൂണിക്കേഷൻ അല്ല ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അത് നമ്മൾ പഠിച്ചു ഇൻഡിവിജ്വൽ ഓർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് സർട്ടൻ ഗ്രൂപ്പിനായിട്ട് മാത്രം കൊടുക്കുന്നത് എന്ന് വെച്ചിട്ട് എൻ്റയർ പീപ്പിൾസിനല്ല, ഒരു സ്പെസിഫിക് ഗ്രൂപ്പിന് മാത്രം കൊടുക്കുന്നതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് സ്കൂളൊക്കെ ആണെങ്കിൽ ഓരോ സ്പെഷ്യൽ ക്ലാസ്സിന് മാത്രമായിട്ട് പ്രിൻസിപ്പാള് സർക്കുലേഴ്സ് എല്ലാം തന്നേക്കൂലേ, അങ്ങനെ. അത് സെയിം ഇൻഫർമേഷൻ എല്ലാ ടീച്ചേഴ്സിനും പോകുന്നതല്ല ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. സ്പെസിഫിക് ഗ്രൂപ്പിന് മാത്രം പോകുന്നതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഒരു സെറ്റ് ഓഫ് പീപ്പിൾസിന് മാത്രമാണ് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാം. നമുക്ക് നോട്ടീസ് ബോർഡിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഇടുന്നതും അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ഇടുന്നതും ഒക്കെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ പെടുന്നതാണ്. അത്രയും മാം. ഓക്കെ. അതായത് ഈ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പേഴ്സണെ മാത്രം പാസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല. ഓക്കെ. അതുപോലെ തന്നെ എൻറ്റയർ പീപ്പിളിനെയും അതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ. എല്ലാവർക്കുമായിട്ടും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പേഴ്സണുമായിട്ടും അല്ല ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഇവിടെ ഇതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ചില സർക്കുലറുകളൊക്കെ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ ടീച്ചേഴ്സ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ചില സർക്കുലറൊക്കെ ഇറക്കുമ്പോൾ അത് എല്ലാ ക്ലാസ് റൂമിലും എത്തിക്കുക എന്നുള്ളത് സ്കൂൾ ഹെഡിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോ എന്താ പറയാ അതൊരു സ്പെസിഫിക് ആയിട്ടൊരു ക്ലാസ് റൂമിൽ മാത്രമല്ല പോകുന്നത് അല്ലെ, എല്ലാ ടീച്ചേഴ്സിനെയും അത് ബാധിക്കും. അപ്പോ എല്ലാ ടീച്ചേഴ്സിനുമായിട്ട് അല്ലെങ്കിൽ അവരെ ഒരു ഗ്രൂപ്പായിട്ട് നിർത്തി ഓരോ ക്ലാസ്സിലും, അതായത് ഇപ്പോ എന്താ പറയാ ഓരോരുത്തരെയും പേഴ്സണൽ ആയിട്ട് വിളിച്ചു വരുത്തി പറയുന്ന അതല്ലാതെ ഓരോ ക്ലാസ്സിലുമായി ചെന്നിട്ട് ആ ടീച്ചേഴ്സിന് മാത്രം ആ ഒരു സർക്കുലർ വായിച്ചു ബോധ്യപ്പെടുത്തുന്നു. ദാറ്റ് ഈസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുവാണെങ്കിൽ, അതായത് ഇപ്പോ സ്കൂളിൽ തന്നെ പലതരത്തിലുള്ള ക്ലബ്ബുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പോ അത് എന്താ പറയാ സയൻസ് ക്ലബ് ഉണ്ടാവും, അതുപോലെ തന്നെ NSSന്റെ ഇതുണ്ടാവും, NCC, അങ്ങനെ പല പല ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോ ഓരോ ക്ലാസ്സിലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ NCCയിലുള്ള കുട്ടികൾ ഉണ്ടാവും, NSSലുള്ള കുട്ടികൾക്ക് ഓരോ ക്ലാസ്സിൽ ഉണ്ടാകും. അപ്പോ പ്രത്യേകമായിട്ട് ക്ലാസ് റൂമിൽ വന്നിട്ട് എന്തെങ്കിലും ഇപ്പോ NCCയിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടക്കുവാണ്, ഓക്കെ, ആ ഒരു മീറ്റിംഗ് എല്ലാ കുട്ടികളെയും അറിയിക്കണം. ആ സ്കൂളിലെ എല്ലാ ക്ലാസ്സിലെയും എല്ലാ കുട്ടികളെയും അറിയിക്കണം. അപ്പൊ അത് ഓരോ കുട്ടികളെ വിളിച്ചു വരുത്തി പേഴ്സണൽ ആയിട്ടല്ല പറയുന്നത്, ഇന്ന ദിവസം ഇന്ന എത്ര മണിക്ക് ഈ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ എന്ന് ഓരോരുത്തരായിട്ട് പറയില്ല. ആ ഓരോ ക്ലാസ് റൂമിലും ചെന്നിട്ട് NCCയുടെ മീറ്റിംഗ് ഈ ഒരു ദിവസം ഈ ഒരു ടൈമിൽ നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഇതിലെ മെമ്പേഴ്സ് ഉടനെ തന്നെ അവിടെ എത്തിച്ചേരുക. ഇങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ആ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ വിളിച്ചു ചേർക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യാനാണ് ഈ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓക്കെ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ്. അതൊന്ന് വായിക്കുക കേട്ടോ, റീഡ് ചെയ്യാം.
റൈഡ് ചെയ്തതിനു ശേഷം തമ്പ് ചെയ്യാം. ഓക്കെ, റീജ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? റീജ പങ്കജ്, മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. Okay, ma'am. Mass or public communication. Public communication is a common communication which meant for all. Public communication എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊതുവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ലൈക്ക് സിനിമ, റേഡിയോ, അഡ്വർടൈസ്മെന്റ് ആൻഡ് വാൾ പോസ്റ്റേഴ്സ്. നമ്മൾ സിനിമയിലും റേഡിയോയിലും നമുക്ക് ഇൻഫർമേഷൻ നമ്മൾ തരുന്നു. അതൊരു ചെറിയ വ്യക്തിയിലേക്കോ ഒരു ചെറിയ ഗ്രൂപ്പിലേക്കോ ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു സൊസൈറ്റിയെ തന്നെ അത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടുക. മാസ് കമ്മ്യൂണിക്കേഷൻ. Generally, information given in a newspaper, radio, and television are the models for public communication. Generally, information given in a newspaper, റേഡിയോയിലും ടെലിവിഷൻ ടിവിയിലും എല്ലാം ഈ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് പൊതുവെ ഉൾപ്പെടുത്താറ്. The teachers working in today's school has to communicate personally or group only, since the private management is not allowing them to deal with the കോമണേഴ്സ്. commoners other than the parents. ഒരു ടീച്ചർ പൊതുവായിട്ടും ഒരു സ്കൂൾ ബേസ് ചെയ്തായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾ അല്ലെങ്കിൽ അവിടുത്തെ പാരന്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പം അത് പൊതുവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, ആ ഒരു സ്കൂൾ മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഡു നോട്ട് ഹാവ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അറ്റ് ഓൾ. അവർ പബ്ലിക് ആയിട്ടല്ല നടത്തുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് സ്കൂൾ മാനേജ്മെന്റ്, അവിടുത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവിടുത്തെ പാരന്റ്സ്, ആ സ്കൂളുമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമായിരിക്കും ആ കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക. ത്രൂ ദ സ്കൂൾ മീറ്റിംഗ് ആൻഡ് ഫങ്ഷൻസ് ആർ കെപ്റ്റ് among the people having contact with the school are not സ്കൂൾ ആർ ഓൺലി അറ്റൻഡിങ്. അത് സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് നടക്കുക, അതിലെല്ലാം അറ്റൻഡ് ചെയ്യുന്നത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമായിരിക്കും. അപ്പോൾ സ്കൂൾ മാനേജ്മെന്റിനോ ടീച്ചേഴ്സിനോ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് ബന്ധപ്പെടേണ്ട ആൾക്കാർക്ക് മാത്രമായതുകൊണ്ട് ആ ഒരു ചെറിയ ഒരു യൂണിറ്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവുക. സോ ദേ cannot provide much public communication. അതുകൊണ്ട് അവർക്കൊരു വലിയ ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ ഗ്രൂപ്പിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടായതുകൊണ്ട്. When teacher is talking or addressing in the meeting, she is undergoing group communication only. ഒരു ടീച്ചറാണ് ആ ഒരു മീറ്റിങ്ങിനെ അഡ്രസ്, അതായത് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ മീറ്റിംഗ് എല്ലാം കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഒരു ചെറിയ സ്പെസിഫിക് ഗ്രൂപ്പിനെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും. Whereas when she is talking with the parents about particular child or when she is discussing with her higher authorities, ഒരു ടീച്ചർ ആ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരു പാരന്റ്സിനോട് ഒരു കുട്ടിയുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും പറയാ. അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് ആ കുട്ടീനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരുടെ തൊട്ട് മുമ്പിലുള്ള അതോറിറ്റിനെ കുറിച്ചായിരിക്കും. അതായത് ഒരു ചെറിയ ഒരു സംഭവത്തിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ ഒരു ഫുൾ ഓഫ് ഒരു സൊസൈറ്റീനും ഫുൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ആയിരിക്കില്ല അത്. ഇൻഡിവിജ്വലി ഷീസ് മേക്കിംഗ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. So the teacher has to communicate with different people. ഇൻഡിവിജ്വലി ആ ടീച്ചർ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം ഒരു കുട്ടീനെ കുറിച്ചിട്ട് ഒന്നെങ്കിൽ പാരന്റ്സിനോട് പറയാ അല്ലെങ്കിൽ അതിന്റെ ഹയർ ആയിട്ടുള്ള അതോറിറ്റിയോട് പറയാ, അത്രേ ഒരു ടീച്ചർക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാർ ഒന്നെങ്കിൽ മാനേജ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പാരന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ചിൽഡ്രൻ മാത്രമായിരിക്കാം. ഓക്കെ,
മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കോമൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പോ റേഡിയോ വഴി പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് മുഖേന, വാൾ പോസ്റ്റേഴ്സ് ഒക്കെ മുഖേന നിങ്ങൾ പലതരത്തിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് നോട്ടീസ് ഒക്കെ മതിലിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. പിന്നെ അതുപോലെ തന്നെ റേഡിയോ വഴിയുള്ള ഇൻഫോർമേഷൻസ് ധാരാളം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പലതരം ടിവിയിലൂടെയുള്ള പരസ്യങ്ങള്, ഇതിനെയൊക്കെയാണ് മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള അറിവ് നൽകുന്നു. ഇപ്പൊ നമ്മളൊരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് തരം കമ്മ്യൂണിക്കേഷനാ? നമ്മളൊരു ന്യൂസ് കാണുവാണ് അല്ലെങ്കിൽ ഒരു പത്രം വായിക്കുവാണ്, ഏത് തരം കമ്മ്യൂണിക്കേഷനാ? Public. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇപ്പൊ ന്യൂസ് പേപ്പറിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻസ്, റേഡിയോയിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻസ്, ഇതൊക്കെ ടെലിവിഷനിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻസ്, ഇതൊക്കെ ഒരു മോഡലാണ്, പബ്ലിക് കമ്മ്യൂണിക്കേഷന്റെ മോഡലാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവര് അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്നാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ടീച്ചേഴ്സ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ആ ടീച്ചർക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് ആരൊക്കെ തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക? മാനേജ്മെന്റ്, പേഴ്സണലി അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട്, മാനേജ്മെന്റ് ആയിട്ടൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഒരു മാനേജ്മെന്റ് ഒരിക്കലും ടീച്ചേഴ്സിനെ ഒരു പബ്ലിക് പേഴ്സൺ ആയിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു ടീച്ചർക്ക് ഒരിക്കലും പബ്ലിക്കലി, അതായത് പബ്ലിക്കിനോട് നേരിട്ട് കുറെ കാര്യങ്ങൾ പറയാനുള്ള ഒരു അധികാരം മാനേജ്മെന്റ് ഒരിക്കലും കൊടുക്കുന്നില്ല. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, ടീച്ചർ എന്ന് പറയുന്നത് ഏത് ക്യാരക്ടറാണ്? എക്സ്ട്രാവേർട്ട് ആണോ, ഇൻട്രോവേർട്ട് ആണോ, ആംബിവേർട്ട് ആണോ? ഏതാണ്? പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് ഇത്? പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ക്ലാസ്സില്? പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഏത് ക്യാരക്ടറാണ്? അതായത് ടീച്ചർക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള അധികാരമില്ല, എന്നാല് അവരുടെ സംസാരം എന്ന് പറയുന്നത് ഒതുങ്ങി പോകുന്നതുമായിരിക്കരുത്. അപ്പൊ ഒരിക്കലും മാനേജ്മെന്റ് അനുവദിക്കുന്നില്ല അതായത് പബ്ലിക്കിനോട് നേരിട്ട് നിന്ന് കുറെ കാര്യങ്ങൾ വിളിച്ചു പറയാനോ അങ്ങനെയൊന്നും മാനേജ്മെന്റ് അലോ ചെയ്യുന്നില്ല. ടീച്ചർക്ക് എന്ന് പറഞ്ഞാല് അവർക്ക് സംസാരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരു പവർ കൊടുക്കുന്നത് ചിലപ്പോ മീറ്റിംഗ്സ് നടക്കുമ്പോഴായിരിക്കാം. സ്കൂളുമായി ബന്ധപ്പെട്ട വ്യക്തികളായിരിക്കും ആ മീറ്റിംഗിൽ ഉണ്ടാവുന്നത്. പൊതുജനങ്ങള് ഉണ്ടാവാനായിട്ട് ചാൻസ് കുറവാണ്. പാരന്റ്സ് അതിനകത്ത് പെടാം, പക്ഷെ ബാക്കിയുള്ള ആളുകള് അതിൽ വന്ന് ആ ഒരു മീറ്റിംഗിലൊക്കെ ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോ കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്ത് ഈ ഒരു ടീച്ചേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടീച്ചറിന് ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു പവർ മാനേജ്മെന്റ് കൊടുക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറയുന്ന ആള് അവർക്ക് പാരന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഹയർ അതോറിറ്റീസുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നടക്കുന്നത്. ഒരു പൊതു സദസ്സില് നിന്നുകൊണ്ടല്ല ടീച്ചർ ഇത്തരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. പേഴ്സണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് ഹയർ അതോറിറ്റീസുമായിട്ടും മാനേജ്മെന്റുമായിട്ടൊക്കെ നടത്തുന്നത്. പിന്നെ ടീച്ചർക്ക് ആരൊക്കെ ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കൂടുതൽ ചാൻസ് ഉള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് 1, 2, 3 എന്നും പറഞ്ഞ് ഒരു ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ദ മാനേജ്മെന്റ്. ഓക്കെ, ടീച്ചേഴ്സിന് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പവർ ഉള്ളത് മാനേജ്മെന്റുമായിട്ടും പാരന്റുമായിട്ടും ചിൽഡ്രനുമായിട്ടും. ഈ 3 കൂട്ടരുമായിട്ടാണ് ഒരു ടീച്ചർ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ ട്രയാങ്കിൾ ആണ്. ഇതിനകത്ത് ഈ ട്രയാങ്കിളിന്റെ മിഡിൽ ഭാഗത്തായിട്ട് ടീച്ചറാണ് നിൽക്കുന്നത്. അതിനകത്ത് ഏറ്റവും മുകളിൽ മാനേജ്മെന്റ് നിൽക്കുന്നു. ദെൻ തൊട്ട് ലെഫ്റ്റ് സൈഡ് ആയിട്ട് ചിൽഡ്രൻ, ദെൻ റൈറ്റ് സൈഡ് ആയിട്ട് പാരന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒന്ന് നോക്കാം നമുക്ക് അല്ലെ, എങ്ങനെയാണിത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഈ ട്രയാങ്കിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ മാസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനല്ലേ മാസ് എന്നൊക്കെ പറയാം, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ അപ്പം അതില് റേഡിയോയും സിനിമയും അഡ്വർടൈസ്മെന്റ് ഒക്കെ കുഴപ്പമില്ല, കാരണം സൊസൈറ്റിനെ കംപ്ലീറ്റ് ഉൾപ്പെടുത്തുന്നതാ. പക്ഷെ അതിലെന്തിനാ മാം ഈ ടീച്ചേഴ്സിന്റെയും സ്കൂളിലും കൊണ്ടിട്ടേക്കണേ? എന്താണ്
അതില് ഈ ടീച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അത് ആ സ്കൂൾ ബേസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ആ അപ്പൊ പിന്നെ അത് എങ്ങനെയാ ഈ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഇത്രയും പബ്ലിക് ലാർജ്? കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് വരുന്നില്ല. അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടെലിവിഷനിലൂടെയോ ന്യൂസ് പേപ്പറിലൂടെയോ റേഡിയോയിലൂടെയോ ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് വഴി. പക്ഷെ ടീച്ചറിന് ഒരിക്കലും ആ ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റില്ലെന്നാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. അതിനെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നതാണത്. ടീച്ചർ അതിനകത്തൊരു ഭാഗമാണോ എന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും അല്ല, മാനേജ്മെന്റ് അങ്ങനെ സമ്മതിക്കില്ല. ഓക്കെ മാം, ഇത് ഒറ്റ പാരഗ്രാഫ് ആകുമ്പോൾ നമ്മൾ അതിൽ include ഇല്ലില്ല, വരുന്നതാണ്. അതായത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടുത്തെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ കാര്യങ്ങൾ തീർത്തും പേഴ്സണൽ ആയിട്ട് വെക്കുന്നതായിരിക്കും, അല്ലെ? അപ്പോ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഫ് പാർട്ട്ണറോട് പോലും അവിടുത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത്. അപ്പൊ തുറന്നൊരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു റേഡിയോ മുഖേനയോ അല്ലെങ്കിൽ ഒരു TV മുഖേനയോ ഒന്നും നമ്മൾ ഒരു സ്കൂളിലെ കാര്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് പാടില്ല. അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സിന്റെ മുമ്പിൽ വെച്ചിട്ട് സ്കൂളിലെ കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് പറയാനായിട്ട് പാടില്ല. ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും മാനേജ്മെന്റുമായിട്ടും അതുപോലെ തന്നെ പാരന്റ്സുമായിട്ടായിരിക്കണം എപ്പോഴും റിലേഷൻ ഉണ്ടാകേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കാവുന്നതാണ്. അപ്പൊ അതിനെ മാറ്റി നിർത്തുന്നതാണ്. ടീച്ചർ എന്ന് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്ന ഒരാളല്ല. ഓക്കെ, മനസ്സിലായോ റീജ? അപ്പൊ മാം ടീച്ചേഴ്സിന് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ ഇതിലെങ്കിലൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കല്ലേ സെറ്റ് ആവുക? അതല്ലേ ശരിക്കും അതെ, ടീച്ചർ? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന്റെ ഇതായിട്ടാണ് വരുന്നത്. നേരത്തെ നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് ഒരു പർട്ടിക്കുലർ ടീച്ചർ, അതായത് ഒരു കൂട്ടം ടീച്ചേഴ്സിനെ എടുത്താല് അവർക്ക് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാം. ഇപ്പൊ സ്റ്റാഫ് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് സ്റ്റാഫ് റൂമിൽ പല കാര്യങ്ങൾ അവർ തുറന്ന് പറയുമല്ലോ, അതൊക്കെ ടീച്ചേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. അത് ഗ്രൂപ്പായിട്ട് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ദെൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ടീച്ചർ ട്രയാങ്കിൾ. പറഞ്ഞു നോക്കാം മാം, ശരിയാണോന്ന് അറിയില്ല. ആ. ടീച്ചേഴ്സ് ട്രയാങ്കിളില് 3 കോർണറിൽ മാനേജ്മെന്റ്, ചിൽഡ്രൻ, പാരന്റ്. ടീച്ചർ അവരുടെ നടുക്ക് ഒരു എന്താ പറയാ ഉള്ള ഒരു പാർട്ടാണ്. അതായത് ചിൽഡ്രൻസിനോ പേരൻസിനോ മാനേജ്മെന്റുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ത്രൂ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ മാനേജ്മെന്റിന് തിരിച്ച് ചിൽഡ്രൻസിനോടോ പേരൻസിനോടോ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ത്രൂ ടീച്ചർ വഴിയും ആകാം, അവർക്ക് ഡയറക്ട്ലി ആകാം. അപ്പൊ ടീച്ചർ ഈ 3 പാർട്ടിനെയും കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആളാണെന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായിരുന്നു സർ. ഓക്കെ, അതായത് ഈ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിക്ക് മാനേജ്മെന്റ് ആയിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലേ? മാനേജ്മെന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ലയോ? പറ്റും. പാരന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റും, എല്ലാവരുടെ പറ്റും. ചിൽഡ്രനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റും അല്ലെ? ഓക്കെ, അപ്പോ ഈ 3 വിഭാഗം അല്ലെങ്കിൽ ഈ 3 കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയാണ് ടീച്ചർ എന്ന് പറയുന്നത്. ചിലപ്പോൾ മാനേജ്മെന്റും പാരന്റുമായിട്ടും കോണ്ടാക്ട് ഉണ്ടാകാം, അതുപോലെ തന്നെ പാരന്റും ടീച്ചറുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവാം, ചിൽഡ്രനും ടീച്ചറുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവാം. പക്ഷെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ടീച്ചർ മാനേജ്മെന്റ്, ടീച്ചർ ചിൽഡ്രൻ, ടീച്ചർ പാരന്റ് എന്നീ വിധത്തിലാണ്. ചിലപ്പോൾ മാനേജ്മെന്റിന് ഡയറക്റ്റ് ആയിട്ട് കുട്ടികളോട് സംസാരിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല, അല്ലെ? ടീച്ചറെ മീഡിയേറ്റർ ആയിട്ട് നിർത്തിക്കൊണ്ടാണ് മാനേജ്മെന്റ് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റിന് പാരന്റ്സുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പാരന്റ്സിനെ അറിയിക്കുന്നത് ടീച്ചേഴ്സ് വഴിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എപ്പോഴും ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളത് ടീച്ചറുമായിട്ടാണ് എല്ലാവർക്കും കേട്ടോ. ഓക്കെ, മാനേജ്മെന്റിനായിട്ടുള്ള തീരുമാനങ്ങൾ പാരന്റ്സിനെ അറിയിക്കുന്നത് ടീച്ചർ വഴിയാണ്. ഓക്കെ, ഇനി ചിൽഡ്രൻസിനോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും ടീച്ചർ വഴിയാണ് അറിയിക്കുന്നത്. ഇനി പാരന്റ്സിന് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ സ്കൂളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ടീച്ചർ വഴിയാണ് ഡയറക്ട്ലി നടക്കുന്നത്.
അതിനുശേഷമാണ് പിന്നീട് മാനേജ്മെന്റും അതുപോലെ പാരന്റുമായിട്ട് കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നത്. ഓക്കെ, പെട്ടെന്ന് ഒരിക്കലും അവര് വന്ന് നേരിട്ട് പറയുകയോ ഒന്നും ചെയ്യില്ല. മറിച്ച് കുട്ടികളുടെ അടുത്ത് പറഞ്ഞയക്കും, ടീച്ചറിന്റെ അടുത്ത് കുട്ടികൾ പറയും, പിന്നെ ടീച്ചർ മാനേജ്മെന്റിനെ അറിയിക്കും. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഡിൽ നിൽക്കുന്ന ആൾ, എപ്പോഴും കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ടീച്ചറാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ദ മാനേജ്മെന്റ് ആണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ മാനേജ്മെന്റ് മേ ബി. അതായത് ടീച്ചറും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് തരത്തിലാണ്. ഒന്ന് മാസ്റ്റർ ആൻഡ് ദ സെർവന്റ്, അതായത് യജമാനനും അടിമയും പോലെ. ഓക്കെ, അതുപോലെ തന്നെ ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ്, നേതാവും അനുയായികളും പോലെ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ് ഏതാണ്? മാസ്റ്റർ ആൻഡ് സെർവന്റ് ആണോ, ലീഡർ ആൻഡ് ഫോളോവേഴ്സ് ആണോ? ലീഡർ ആൻഡ് ഫോളോവേഴ്സ്. ലീഡർ ആൻഡ് ഫോളോവേഴ്സ്. ലീഡർ ആൻഡ് ഫോളോവേഴ്സ് ആണ് അല്ലെ? മുമ്പൊക്കെ നമുക്ക് പറയാം, അത് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ മാസ്റ്റർ ആൻഡ് സെർവന്റ് പോലെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സ്കൂൾ എന്താ പറയാ, ഒരു ടീച്ചറിന്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ മാനേജ്മെന്റിനെ അവിടെ വേർതിരിക്കുന്നില്ല. ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ അവരിൽ ഒരാളായിട്ട് പ്രവർത്തിക്കാനായിട്ട് മാനേജ്മെന്റ് ശ്രമിക്കുന്നുണ്ട്. അപ്പോ അതൊരു ലീഡർ ആൻഡ് ഫോളോവേഴ്സ് എന്ന ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ രണ്ട് തരത്തിലാണ് പറയുന്നത്, എന്നാൽ നമുക്ക് കൂടുതൽ പ്രിഫർ ചെയ്യാവുന്നത് ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ് ആണ്. ഓക്കെ, എല്ലാവരും അത് തന്നെയല്ലേ സജസ്റ്റ് ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? മാസ്റ്റർ ആൻഡ് സെർവന്റ് കണ്ടിട്ടില്ല, എല്ലായിടത്തും ലീഡർ ആൻഡ് ഫോളോവേഴ്സ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. എ തുടങ്ങി ഡി വരെയുള്ള പോയിന്റ്സ് ഒന്ന് വായിക്കുക. റീഡ് ചെയ്ത് കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, റഷീദ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്.
റഷീദ. Okay, ma'am. Mm. A school as a എന്താണ് sir? School as a സ്കൂൾ ആസ് എ സോൾ ട്രേഡർഷിപ്പ് പറഞ്ഞുതരാം കേട്ടോ, പറഞ്ഞോളൂ. in such cases they will also be the head the institution having the entry control, so the teacher and simply follow the procedure and she can have a direct contact with the management. അവിവാഹിത ഒരു സ്ത്രീക്കോ പുരുഷനോ സ്കൂൾ ഒറ്റത്തവണ വ്യാപാര സ്ഥാപനമായിട്ട് നടത്താം. അത്തരം സന്ദർഭങ്ങളിൽ മുഴുവൻ നിയന്ത്രണവും ഉള്ള സ്ഥാപനത്തിന്റെ തലവനും അവരായിരിക്കും. അതിനാൽ അധ്യാപകർക്ക് നടപടിക്രമങ്ങൾ പാലിക്കാനും മാനേജ്മെന്റുമായി നേരിട്ട് ബന്ധപ്പെടാനും കഴിയും. B. Associations, trusts or societies. Sometimes the schools are controlled by association with many big communal or urban or some other groups. In such case, the changes for too many rules. It is better for the teacher avoid conducting to the management in person and exercising the immediate superior. B. Association. ചിലപ്പോൾ സ്കൂളുകൾക്ക് അസോസിയേഷൻ നിയന്ത്രിക്കുന്നു. അവ അല്ലെങ്കിൽ നഗര സ്വഭാവമുള്ളതും മറ്റു ഗ്രൂപ്പുകളോ ആകാം. അത്തരം സന്ദർഭങ്ങളിൽ അമിതമായ നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാകും. അധ്യാപകർ നേരിട്ട് മാനേജ്മെന്റുമായി ബന്ധപ്പെടുന്നത് ഒഴിവാക്കി ഉടനടി മേലധികാരിയെ സമീപിക്കണം. അതാണ് നല്ലത്. അത്രയും മനസ്സിലായിക്കോളൂ. എന്താണ്? അത്രയും മനസ്സിലായിക്കോളൂ. ഓക്കെ കുഴപ്പമില്ല കേട്ടോ, പറഞ്ഞിട്ടുണ്ട്. അപ്പോ സിംഗിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതായത് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലെ. അതായത് ഒരു വ്യക്തി നടത്തുന്ന സ്കൂളുകൾ, സിംഗിൾ പേഴ്സൺ, അതായത് ഓണർ ആയിരിക്കുന്നത് ഒരു വ്യക്തി ആയിരിക്കാം. അത് ലേഡി ആകാം, ജെൻഡർ ആവാം, സ്ത്രീ ആവാം, പുരുഷനാകാം. ഓക്കെ, അപ്പോ അവര് ഒരൊറ്റയാൾ പട്ടാളം പോലെ അല്ലെങ്കിൽ കപ്പലിലെ ഒരു കപ്പിത്താൻ പോലെയാണ് സ്കൂളിനെ കൊണ്ടുപോകുന്നത്. അത്രയും നല്ല കെയർ കൊടുത്തിട്ട് ആ ഒരൊറ്റ ആളുടെ മിടുക്കിലാണ് ആ സ്കൂള് പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ ഒരു ഇതില് എന്താ പറയുക, ഒരു ഹെഡിനെ നിയമിച്ചിട്ടുണ്ടാവുക സ്കൂള്. ആ ഹെഡാണ് ആ ഒരു ഓവറോൾ സ്കൂള് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന് അവര് പറയുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്തു പോയാൽ മതി. പിന്നെ ഇവിടെ ടീച്ചേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് മാനേജ്മെന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, സിംഗിൾ പേഴ്സൺ ആയിട്ട് എന്ത് ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. അപ്പോ ഒരു വ്യക്തി നടത്തുന്ന, അല്ലെങ്കിൽ അതൊരു പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആകാം, അവര് നടത്തുന്ന സ്കൂളുകളെ നമുക്ക് സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റ് സ്കൂൾ എന്ന് പറയാവുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് സംടൈംസ് ദ സ്കൂൾസ് ആർ കൺട്രോൾഡ് ബൈ അസോസിയേഷൻസ് വിച്ച് മേ ബി കമ്മ്യൂണൽ ഓർ അർബൻ ഓഫ് സം their groups. In such cases, there are chances for too many rules. It is better for the teacher to avoid contacting the management in a person and access the immediate superior. അതായത് അസോസിയേഷൻ അല്ലെങ്കിൽ ട്രസ്റ്റ് ഓഫ് സൊസൈറ്റി. നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഇത് വായിച്ചിട്ട്? അമൃതയ്ക്ക് എന്താ മനസ്സിലായത്? അമൃത, അസോസിയേഷൻ സെറ്റ് ഓഫ് പീപ്പിൾസ് ആയിരിക്കും എന്റെ മാനേജ്മെന്റ്, ട്രസ്റ്റ് ആയിരിക്കാം. ഏതെങ്കിലും ട്രസ്റ്റ് നടത്തുന്ന സ്കൂളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണൽ ഗ്രൂപ്പ് ആയിരിക്കും നടത്തുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഒരു റൂൾ ആയിരിക്കില്ല ഉണ്ടാകുന്നത്, കുറെ റൂൾസ് ഉണ്ടാവും. കാരണം ഇവരുടെ എല്ലാം അഭിപ്രായം അതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ കുറച്ചും കൂടി നമുക്കത് ഹാർഡ് ആയിരിക്കും. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം
ഒരു പേഴ്സണുമായി മാത്രം കോണ്ടാക്ട് ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കൂല. അത് സംടൈം എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട്സിന് കാരണമാവും. അപ്പൊ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ റൂൾസ് ആയിരിക്കണം നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ടത്. അത്രയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതായത് അസോസിയേഷൻസ് എന്ന് പറഞ്ഞാൽ അത് ചില അസോസിയേഷൻ, ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള വ്യക്തികള്, അല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് സ്ത്രീകള്, അല്ലെ, ലേഡീസ് ആയിട്ടുള്ള ക്ലബിലുള്ള ആളുകള്, അങ്ങനെയൊക്കെ നമുക്ക് ഓരോ കൂട്ടായ്മ എടുത്ത് പറയുവാണെങ്കിൽ ഇത്തരം ചില കൂട്ടായ്മകൾ നടത്തുന്ന സ്കൂളുകളാണ് അസോസിയേഷൻസ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഓർ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇപ്പോ ബാങ്കിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ കുറച്ചു പേര് ചേർന്നിട്ട് ഒരു സ്കൂൾ നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് റിട്ടയർഡ് ആയിട്ടുള്ളവർ ചേർന്നിട്ട് ഒരു സ്കൂള് നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്കൂളുകളാണ് അസോസിയേഷൻസ് മാനേജ്മെന്റ് സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു കൂട്ടം വ്യക്തികളാണുള്ളത്. ഓക്കെ, ഒരാളല്ല, സിംഗിൾ പേഴ്സൺ അല്ല. അപ്പൊ ചിലപ്പോ ടീച്ചേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. കാരണം ഒരു കൂട്ടം ആളുകളാണ്, ചിലപ്പോ 4-5 ആളുകൾ ഉണ്ടാവും. എല്ലാവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല. ടീച്ചർക്ക് ഇവരെല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അവർ ചിലപ്പോൾ പല ടൈമിലായിരിക്കാം വരുന്നത്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഓക്കെ, അസോസിയേഷൻസ്, ട്രസ്റ്റ് ഓഫ് സൊസൈറ്റിയില്. പക്ഷെ ഇവിടെ സുപ്പീരിയറിന്റെ, അതായത് അവിടെ ഒരു സുപ്പീരിയർ ഉണ്ടാവും, അല്ലെ, ഹെഡ് മാസ്റ്റർ ഉണ്ടാകും. അവര് വഴി മാനേജ്മെന്റിനോട് ടീച്ചർക്ക് സംസാരിക്കാവുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിലീജിയസ് ഗ്രൂപ്പ് ആണ്. ആരാണ് വായിക്കുക റിലീജിയസ് ഗ്രൂപ്പ്? Okay. Religious group. This type of school is started only for the development of their religion. So there are more religious activities. The teacher should understand this before joining the school. Even if the teacher does not belong to that religion, she wants to follow their instructions. Religious group ഉൾപ്പെടുന്നത് ഒരു ടൈപ്പ് ഓഫ് റിലീജിയസ്, അവർ മാത്രം നടത്തുന്ന, അതായത് ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർ നടത്തുന്ന സ്കൂളുകളായിരിക്കും. അവിടെ അവരുടെ മതസംബന്ധമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഒരു ടീച്ചർ അങ്ങനെയുള്ള സ്കൂളുകളിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ആ ടീച്ചർ അഥവാ ആ മതത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളല്ലെങ്കിൽ അവരുടെ റൂൾസ് ആ ടീച്ചർ ഫോളോ ചെയ്യേണ്ടി വരും. അതായത് ഈ റിലീജിയസ് ഗ്രൂപ്പ് സ്കൂളുകൾ എന്ന് പറഞ്ഞാല് ഒരു റിലീജിയനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൂളുകളാണെന്നാണ് ഈ PDF പറയുന്നത്. അതുകൊണ്ട് തന്നെ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള സ്കൂൾ ആയതുകൊണ്ട് തന്നെ, കൂടുതൽ മതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ റിലീജിയസ് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടാവാം. ഏത് മതമാണോ അല്ലെങ്കിൽ ഏത് റിലീജിയനുമായി ബന്ധപ്പെട്ട് ആണോ സ്കൂള് തുടങ്ങുന്നത്, ആ റിലീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ നടക്കാം. ഓക്കെ, അപ്പോ ഇവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ എന്ന് പറയുന്നത് ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, എത്തരത്തിലുള്ള റിലീജിയസ് ആക്ടിവിറ്റീസ് ആണ് അവിടെ ചെയ്യുന്നതെന്ന് ഈ ടീച്ചർ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോ ആ ടീച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ ആ റിലീജിയനിൽ പെടാത്ത ഒരാളായിരിക്കാം. ഓക്കെ, ആ റിലീജിയനുമായി ബന്ധമില്ലാത്ത ഒരാളായിരിക്കാം, വേറെ റിലീജിയനിൽ പെട്ടിട്ടുള്ള ഒരാളായിരിക്കാം. പക്ഷെ ഈ ടീച്ചർ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു റിലീജിയൻ ഫോളോ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ സത്യാവസ്ഥ ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഉണ്ട് മാം. ഞാൻ പഠിച്ചത് സ്കൂളിലാണ്, ഗവൺമെന്റ് സ്കൂളില്. ആ ഒരു നമുക്ക് രാവിലെ ചെന്നിട്ടുണ്ടെങ്കിൽ, അല്ല ഞാൻ മോശമായിട്ട് പറയുന്നതല്ലേ, ആരും ഒന്നും വിചാരിക്കേണ്ട. രാവിലെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രെയർ ഉണ്ട്, ഉച്ചയ്ക്ക് ഒരു പ്രെയർ ഉണ്ട്, ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രെയർ ഉണ്ട്, വൈകുന്നേരം ഒരു പ്രെയർ ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം 3 പ്രെയർ എങ്ങാനും ഉണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് നമുക്ക് എക്സാം ഒക്കെ വരുമ്പം ഫാദർ വരും വെഞ്ചരിക്കാൻ, നമ്മുടെ പേന വെഞ്ചരിക്കാൻ. അങ്ങനെ ഇത് റിലീജിയൻ ബേസ്ഡ് ആയതുകൊണ്ട് പറയാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ ആരൊന്നും ബുദ്ധിമുട്ട് വിചാരിക്കണ്ട. കുറച്ച് ഫാദേഴ്സ് വരും. പിന്നെ അവരെ റിലീജിയനിലെ ആൾക്കാര് പ്രത്യേകമായിട്ട് വിളിച്ചിട്ട് ചില പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാവും. അതില് നമുക്ക്, ഞാൻ ഹിന്ദു ആണ്, അപ്പം അവിടെ നമ്മൾ ചെല്ലുന്നില്ല, പക്ഷെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെല്ലാം.
പിന്നെ ഏറ്റവും അവസാനം ഒരു കാര്യം എന്ന് വെച്ചാല് നമുക്കൊരു ഫോം ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് മതപഠനമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്യണം. അതായത് ഒരു കന്യാസ്ത്രീ ഒക്കെ ആയിട്ട് പോകാൻ താല്പര്യമുണ്ട്, അതിന്റെ ബേസിൽ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ 10ാം ക്ലാസ്സിന് മുമ്പ് ആ ഫോമൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു അവസാനം പിടിച്ചിടുവോന്ന്, പക്ഷെ എങ്കിൽ ഒന്നും ഉണ്ടായില്ല. എങ്കിൽ കൂടെ അങ്ങനെ കുറെ ബേസിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ ഈ അവിടെ മെയിൻ ആയിട്ട് എടുക്കുക ടീച്ചേഴ്സിനെ തന്നെ അവർ സെലക്ട് ചെയ്യുക. അവരെ പുറത്തുള്ള ടീച്ചേഴ്സ് വരും, എങ്കിൽ കൂടെ അവരുടെ റിലീജിയനുള്ള ടീച്ചേഴ്സ് ആയിരിക്കും മെയിൻ ആയിട്ട് അവിടെ ഉണ്ടാകും. അവർക്കാ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. PSC കിട്ടി വരുന്ന ടീച്ചേഴ്സ് എത്ര PSCക്കാർ കയറുമ്പം ഒരാളെ നമുക്ക് ഇവിടുന്ന് എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ബേസിൽ കയറുന്ന ടീച്ചേഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ മതത്തിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് അങ്ങനത്തെ സ്കൂളുകളിൽ ഉണ്ടാവും. ഓക്കെ, അത് ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. പക്ഷെ വേറൊരു കാര്യം ചെറിയ LKG പ്രീ സ്കൂൾ മുതല് അങ്ങനെ ക്രിസ്ത്യൻസിന്റെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നേ. റീജർണമാര് എപ്പോഴും പ്രയറും കാര്യങ്ങളും ആ ഒരു മതത്തിലോട്ട് അങ്ങനെ പോയി. മോള് വരെ ആ ഒരു ഫോളോ ചെയ്ത് വന്നു. ഒരു 2ാം ക്ലാസ് ഒക്കെ ആയപ്പോ ഞങ്ങൾക്ക് തോന്നി മോള് കൈവിട്ട് പോവാണ്. അവള് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മുട്ടുത്തിട്ടൊക്കെ പ്രാർത്ഥിക്കുള്ളൂ. അവൾ ആ ഒരു രീതിക്ക് അങ്ങനെ പോയി. ഞങ്ങൾ മുസ്ലിംസ് എല്ലാ ആ സ്കൂളിൽ നിന്ന് മാറ്റി. അവളവിടെ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവൾ ഇങ്ങനെ ഇച്ചിരി അങ്ങ് മാറി പോലെടുത്തി. അവിടെ എപ്പോഴും സ്കൂളിന്റെ അകത്ത് പള്ളിയൊക്കെ ഉണ്ട്, പള്ളിയിലോട്ട് കൊണ്ടുപോകും. അത് ഏത് മതത്തിലുള്ളവരാണേലും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അവളെ. അങ്ങനെ അങ്ങനെ അതിലോട്ട് അങ്ങനെ മാറി കൺവേർട്ട് ചെയ്ത് പോലെടുത്തിയപ്പോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് എല്ലാവരും ഇല്ല സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി. മിസ്, ഈ സ്കൂളുകളിലെ ചില സ്കൂളുകളിലാണെങ്കിൽ ഒരു പരിധി വരെ ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുവേ, പക്ഷെ ചില സ്കൂളുകളിൽ നമുക്കത് പറ്റത്തില്ല. ഇപ്പം മിസ് നേരത്തെ പഠിപ്പിച്ചില്ലേ ഈ അസോസിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്കൂളുകൾ. അപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ളതാണ് നായർ സമാജം എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട് കേട്ടോ. അവിടെ പഠനത്തിന്റെ കാര്യത്തിൽ അവർ വളരെ മുൻപന്തിയിലാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും അവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എല്ലാം. പക്ഷെ അവർ കാസ്റ്റ് വൈസ് ആണ് അവിടെ ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നതും എല്ലാം തന്നെ. ആ സ്കൂളിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ അതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ +1 +2 പഠിച്ചത് ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, BH പള്ളിവക സ്കൂളാ. പക്ഷെ ആ സ്കൂളിൽ എല്ലാ ചൊവ്വാഴ്ചയും പള്ളിയിൽ ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ട്. പക്ഷെ ഞാനൊരു ഹിന്ദു ആണെങ്കിലും എനിക്ക് ഇത്രയും ഞാൻ LKG മുതൽ ഈ +2 വരെയുള്ള കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും നല്ലൊരു പഠനാന്തരീക്ഷം ഉണ്ടാക്കി തന്ന സ്കൂൾ അതാ, ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ. കാരണം ഞങ്ങൾക്ക് ചൊവ്വാഴ്ച ഒരു മണിക്കൂർ 1 അവർ ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും. എന്നിട്ട് പള്ളിയിലെ തന്നെ ഒരു വിഷയം, എന്നാൽ അവരവരുടെ മതത്തിൽ ചേർക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്നോ അത്തരത്തിലുള്ള ഒരു ക്ലാസ്സും അല്ല ആ സ്കൂളിൽ നടത്തുന്നത്. മറിച്ച് ഓരോരോ മേഖലയിലുള്ള നല്ല എന്ന് വെച്ചാൽ ഈ ലഹരിക്കെതിരായിട്ടുള്ളത്, അത്തരത്തിലൊക്കെയുള്ള ഇവരുടെ ഈ മതത്തിൽ തന്നെ പെട്ട നല്ല പുരോഹിതന്മാരുണ്ടല്ലോ, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്നവര്, അത്തരത്തിലുള്ള സാറുമാർ വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കും ഈ ചൊവ്വാഴ്ച 1 അവർ. അപ്പൊ അവിടെ ആ പള്ളിക്കകത്ത് കയറിയിരിക്കുമ്പോ തന്നെ മനസ്സിനൊരു കുളിർമയാ, എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ മോറൽ സയൻസ് എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു വിഷയം നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഹിന്ദു കുട്ടികൾക്കും മുസ്ലിം കുട്ടികൾക്കും ക്രിസ്ത്യൻ കുട്ടികൾക്കും ആർക്ക് വേണോ പഠിക്കാം, ആർക്ക് വേണോ എഴുതാം. അങ്ങനെ ഞാൻ അവിടെ പഠിച്ചെഴുതി എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു പുസ്തകമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. പക്ഷെ വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ആ സ്കൂളിലുള്ളത്. പക്ഷെ എന്നാൽ ഈ നായർ സമാജം എന്ന് പറഞ്ഞ ഈ അസോസിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്കൂളിൽ നിന്ന് എന്റെ ഒരു ചേച്ചിയുടെ മോനെ ചേർത്തിട്ട് +1 ടീച്ചേഴ്സിന് അവന്റെ അടുത്തുള്ള ആ ഒരു എന്തോ പറയുന്നേ, കുട്ടികളെ ഇങ്ങനെ നമ്മൾ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുമ്പോഴേ അവരുടെ കഴിവ് പോലും എന്താണെന്ന് അവിടെ ചോദിച്ചറിയത്തില്ല. ഇതൊക്കെ നേരത്തെ ഉള്ള കാര്യമാണ്, ഇപ്പൊ ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി കാണുമായിരിക്കും. അങ്ങനെ എന്റെ ഒരു ചേച്ചിയുടെ മോനെ പിന്നെ ആ സ്കൂളിൽ നിന്ന് ഞങ്ങൾ മാറ്റി. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഇതിനെല്ലാത്തിനും ഉണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാത്തിനും ഒരുപാട് മാറ്റം ഉണ്ടെന്ന്. റിലീജിയൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ മതങ്ങളും അല്ലെങ്കിൽ എല്ലാ റിലീജിയൻസും അവരുടേതായിട്ടുള്ള ചില ചട്ടക്കൂടുകളും ചില നിയമങ്ങളും ചില പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും
ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഉണ്ട്, അങ്ങനെയാണ് അവർ ഫോളോ ചെയ്ത് പോകുന്നത്. ഇപ്പൊ ഒരു മതത്തെയും നമുക്ക് തള്ളിക്കളയാനോ അല്ലെങ്കിൽ അത് പാടില്ല അല്ലെങ്കിൽ അത് വയ്യ അതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എല്ലാവർക്കും അതാണ് ഭരണഘടന, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്ന ഒന്നാണ് എന്ത് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോ ഓരോ റിലീജിയനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ടാണ് അവര് മുമ്പോട്ട് പോവുക. അപ്പൊ കുട്ടികളെ, അതായത് റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഒരു ഉദ്ദേശം മാത്രമാണുള്ളത്, അതായത് ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, കുട്ടികളുടെ സന്മാർഗിക അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള അവരുടെ ഡെവലപ്മെന്റ്. ഓക്കെ, അതായത് ആ കുട്ടികള് നല്ല രീതിയിൽ വളർന്നു വരിക, അതായത് എന്താ പറയാ, എല്ലാവരെയും സ്നേഹിക്കാനും അതുപോലെ തന്നെ നല്ല നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാനുമായിട്ട് കുട്ടികൾ ശ്രമിക്കുക, കുട്ടികൾ അതിനെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എല്ലാ റിലീജിയനും പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രത്യേക കാര്യം എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ എല്ലാ റിലീജിയന്റെയും ഉദ്ദേശം, അവരുടെ ഗോൾ അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡന്റ്. ഓക്കെ, അക്കാര്യം എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പൊ അതാണ് ഇത്. അല്ല, അപ്പോ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. കുട്ടികളെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഇത്രയും മതി. ബാക്കി കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മാനേജ്മെന്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാട്ടോ. ഈ 2 ഭാഗങ്ങൾ കൂടി ഉണ്ട്. ഈ പാർട്ടിയിൽ നിന്ന് വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടോ ആരെങ്കിലും മിസ്സുമാര്? യൂണിറ്റ് 5 എടുത്തായിരുന്നോ? ഇല്ല മാം, എടുത്തിട്ടില്ല. 6 ഇല്ല ആയിരിക്കും. മാം, യൂണിറ്റ് 6 ആതിര മാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 6 എടുത്തു അല്ലേ? ആതിര മാം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. Okay. As we come to the end of our class, let me share a short story on this special day, International Day of Friendship. Once a boy was walking through a forest with his best friend. Suddenly, a bear appeared. The boy ran and climbed a tree, leaving his friend behind. The friend, not knowing what to do, lay still and pretended to be dead. The bear sniffed him and left, thinking he was lifeless. After the bear left, the boy climbed down and asked, "What did the bear whisper in your ear?" The friend replied, "He told me never to trust someone who leaves you in danger." The lesson: true friendship stands by you not just in good times, but especially in tough times. Let's be that kind of friend to others. Thank you all, and have a peaceful and friendly day ahead. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.